ഹലോ ഗായ്സ്, ഇപ്പോൾ ഇന്നൊരു ഹെയർ കട്ടിംഗ് ട്യൂട്ടോറിയലാട്ടോ. ഞാൻ ഇതുവരെ എൻ്റെ മുടിയിലെല്ലാം ട്രൈ ചെയ്തിരിക്കുന്ന കൂടുതലും യു കട്ടാണ്. ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ സ്റ്റെപ്പ് കട്ട് ട്രൈ ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഇപ്രാവശ്യം നമുക്ക് സ്റ്റെപ്പ് കട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതുവരെ മുടി വെട്ടിയിട്ട് ഇതുവരെ ആരും ദോഷമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. കൊള്ളില്ല, അങ്ങോട്ട് കയറിപ്പോയി ഇങ്ങോട്ട് കയറിപ്പോയി അങ്ങനെയൊന്നും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഇതുവരെ വെട്ടിയിട്ട് എല്ലാം അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ നന്നായിട്ടാണ് വന്നിരിക്കുന്നത്. ഓരോ പ്രാവശ്യം വെട്ടുന്നതും കൂടുതൽ ഭംഗിയായിട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ എൻ്റെ കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ എൻ്റെ മുടി പുറത്ത് പോയി വെട്ടിയിട്ടില്ല. നാട്ടിലെപ്പോഴും ഒരു പ്രാവശ്യം പോയ സമയത്ത് അവിടെ എവിടെയോ പോയി വെട്ടിയിട്ടുണ്ടെന്നല്ലാതെ ഇതുവരെ ഇവിടെ ഞാൻ കാനഡയിൽ ഹെയർ കട്ടിങ് എങ്ങും പോയി സലണിൽ ചെയ്തിട്ടില്ല. അതിന് മെയിൻ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും റെഗുലർ ആയിട്ടുള്ള ഒരു സ്റ്റൈലും ഇല്ലാതെ സാധാ ഒരു റെഗുലർ ഹെയർ കട്ടിന് നമുക്കിവിടെ $80 പേ ചെയ്യണം. അതെന്ന് പറയുന്നത് ഒരുമാതിരി എല്ലാ സിറ്റികളിലും സെയിം ചാർജ് തന്നെയായിട്ടോ. അതെന്ന് പറയുന്നത് അത്യാവശ്യം എക്സ്പെൻസീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് ഒരു സ്റ്റൈലിങ്ങും വേണ്ട, ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വെട്ടി ഒന്ന് നേരെയാക്കി തന്നാൽ മതി ചേച്ചി എന്ന് പറഞ്ഞാലും അവർ എല്ലാം സെറ്റ് ചെയ്ത് നല്ല ഡ്രൈ ചെയ്ത് വാഷ് ചെയ്ത് നല്ല സെറ്റ് ചെയ്തിട്ടേ വിടുള്ളൂ. അപ്പോൾ നമ്മളതൊന്നും വേണ്ടെന്ന് പറഞ്ഞാലും അതൊന്നും ഓപ്ഷൻ കാര്യങ്ങളല്ല. നമുക്കത് എന്തായാലും ചെയ്തേ പറ്റൂ. അതിനെല്ലാത്തിനും കൂടിയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ആക്ച്വലി അത് വലിയ എക്സ്പെൻസീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ആക്ച്വലി നമുക്കത് വേണ്ട എന്നൊരു ഓപ്ഷൻ നമുക്ക് അതില്ല. അതാണ് എനിക്ക് അറിയുന്ന പാർലേഴ്സിലൊക്കെയും സലൺസിലൊക്കെയും അവർ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്. അതൊരു ആഡ് ഓൺ ആയിട്ടല്ല, ബൈ ഡിഫോൾട്ട് അവരതെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ വിടുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ടാത്തത് കൊണ്ട് തന്നെ പുറത്ത് പോയി മുടി വെട്ടാന്ന് പറയുന്നത് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടൊരു കാര്യമല്ല. അത്യാവശ്യം വെട്ടിയിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്വന്തമായിട്ട് ഞാൻ തന്നെയാണ് എപ്പോഴും മുടി വെട്ടുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് ഇപ്രാവശ്യം ഞാൻ വെട്ടുമ്പോൾ ഇതൊന്നും ജസ്റ്റ് ഒരു ട്യൂട്ടോറിയലായിട്ട് എടുക്കാം. കാരണം ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ സ്വന്തമായിട്ട് വെട്ടുന്നതെന്ന് പറയാം, അതെങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനും പല ട്യൂട്ടോറിയൽസൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തു തുടങ്ങിയത്. പ്രത്യേകിച്ച് ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് വേണം എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം എല്ലാവർക്കും ബേസിക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഒരു ചീപ്പ്, കുറച്ച് ബാൻഡുകൾ വേണം. ഞാനിവിടെ 2 സിസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സിസേഴ്സ് എന്ന് പറയുന്നത് ഞാൻ എല്ലാം കൂടെ ഒന്നിച്ച് പിടിക്കുന്ന സമയത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് മെയിനായിട്ട് യൂസ് ചെയ്തത്. മറ്റേ ചെറുതെന്ന് പറയുന്നത് ലാസ്റ്റ് വളരെ തിന്നായിട്ട് 1-2 ഹെയറൊക്കെ അവിടെ ഇവിടേക്ക് നീണ്ട് കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെറുത് യൂസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. എല്ലാം കൂടെ മുമ്പോട്ട് ഒന്നിച്ചിട്ടിട്ട് അതെല്ലാം കൂടെ ഒന്നിച്ച് കുറച്ച് ബാൻഡുകളിട്ട് ടൈറ്റ് ചെയ്ത് നമ്മളതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് എത്ര ലെങ്ത്താണോ ഏകദേശം നമുക്ക് വേണ്ടി അത് വെച്ചൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി രണ്ടാമത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ അതിൻ്റെ നടുവാഴ്ചയിലിട്ട് സാധാരണ ഇരുന്ന പോലെ ഈരിയിട്ട് എല്ലാം കൂടെ ഇങ്ങനെ ഫ്രണ്ടിലോട്ടൊന്ന് കൂട്ടി പിടിച്ചിട്ട് അതിൻ്റെ എൻഡ് ജസ്റ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കുക. ബാക്കി പരിപാടികൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.